ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന മൂവിയാണ്. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തിരക്ക് നിറഞ്ഞ മുംബൈ നഗരമാണ്. അവിടെ താമസിക്കുന്ന 3 സ്ത്രീകളുടെ കഥയാണ് ഈ മൂവിയിലൂടെ പറയുന്നത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 2 നഴ്സുമാരായിരുന്നു അനുവും പ്രഭയും. രണ്ടുപേരും ഒരു റൂം വാടകയ്ക്ക് എടുത്താണ് താമസം. ആ ഹോസ്പിറ്റലിൽ ഒരുപാട് മലയാളി പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. അതേ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലെ തന്നെ ജോലിക്കാരിയായിരുന്നു പാർവതി എന്ന സ്ത്രീ. പ്രഭയുടെ നല്ലൊരു സുഹൃത്തു കൂടിയാണ് പാർവതി എന്ന സ്ത്രീ. എന്നാൽ അവര് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അവരെ ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുകയാണ്. ആ സ്ഥലം അവരുടേതല്ല എന്നും അത് തെളിയിക്കാനുള്ള പേപ്പറുകളൊന്നും തന്നെ അവരുടെ കയ്യിൽ ഇല്ല എന്നുമാണ് അത് പിടിച്ചടക്കിയ ആൾക്കാർ വാദിക്കുന്നത്. ഭർത്താവ് മരിച്ച ഈ സ്ത്രീക്കാകട്ടെ അതൊന്നും തെളിയിക്കാനുള്ള പ്രമാണങ്ങളും കയ്യിലില്ല. പ്രഭ മാക്സിമം ഈ സ്ത്രീയെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു വക്കീലിനെ കണ്ടെത്തി കൊടുക്കാനും പ്രഭയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനു ഒരു മുസ്ലിം പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. ഷിയാസ് എന്നാണ് അവന്റെ പേര്. അവൻ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് മെസ്സേജ് അയക്കും. ഇവിടെ മുതലാളി എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, നീ എന്തെടുക്കുക, എനിക്ക് നിന്നെ കാണണം, സംസാരിക്കണം എന്നൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. എന്നാൽ അനുവിനാകട്ടെ വീട്ടിൽ കല്യാണാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളാകട്ടെ എന്നും ജോലി കഴിഞ്ഞ് ഷിയാസിനെ കാണാൻ പോകുന്നത് പതിവായിരുന്നു. അന്നും അവനെ കാണാൻ വേണ്ടി ഇറങ്ങി. എന്നാൽ ഇതൊന്നും തന്നെ പ്രഭയ്ക്ക് അറിയില്ലായിരുന്നു. അവള് ജോലി കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. അവളുടെ കൂടെ അതേ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന മനോജ് എന്ന ഡോക്ടറും ഉണ്ടായിരുന്നു. അയാൾക്ക് പ്രഭയോടൊരു താല്പര്യം തോന്നാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പ്രഭയെ പോലെ തന്നെ അയാളും മലയാളിയാണ്. എന്നാൽ അയാൾക്ക് ഹിന്ദി ഒട്ടും അറിയില്ല. അതുകൊണ്ട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ അയാൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഹിന്ദി എളുപ്പമാണെന്നും അത് പതിയെ പഠിച്ചെടുക്കാൻ പറ്റുമെന്നും പ്രഭ അയാളോട് പറയുന്നു. കുറച്ച് വേർഡ്സ് എല്ലാം തന്നെ അയാളെ പ്രഭ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ട് അവൾ പോകാൻ നേരം അയാൾ പറയുന്നുണ്ട് പ്രഭയോട് ഒന്ന് നിൽക്കാൻ. എന്നിട്ട് തന്റെ പോക്കറ്റിൽ നിന്നും ചെറിയൊരു ബുക്ക് എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇത് ഞാൻ എഴുതിയ കുറച്ച് കവിതകളാ, പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പ്രഭ ഇത് വായിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അവൾ അതും വാങ്ങി ട്രെയിനിലേക്ക് കയറി. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ പ്രഭ റൂമിലേക്ക് എത്തുന്നു. അനുവും പ്രഭയും ചേർന്നിട്ട് അവിടെ ഒരു പൂച്ചയെ വളർത്തുന്നുണ്ടായിരുന്നു. രാത്രിയിലേക്കുള്ള ആഹാരമെല്ലാം റെഡിയായിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അനു നനഞ്ഞു കുളിച്ച് അവിടേക്ക് വരുന്നത്. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? എത്ര നേരത്തെ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാ? പ്രഭ ഇത് ചോദിച്ചതും അനു പറയുന്നുണ്ട് എന്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നുവെന്ന്. ഞാൻ അവളുടെ കൂടെ ഒരു ഷോപ്പിങ്ങിന് പോയതാ. എന്നാൽ അവൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പ്രഭയ്ക്ക് മനസ്സിലായി. അനു പ്രഭയോട് പറയുന്നുണ്ട് ഇത്തവണയും ചേച്ചി എന്റെ വാടകയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ചെലവ് കുറച്ച് കൂടുതലാ, എനിക്ക് കാശൊന്നും കയ്യിൽ നിൽക്കുന്നില്ല. കഴിഞ്ഞ തവണ എന്റെ വാടക ചേച്ചി എന്നെ കൊടുത്തേന്നറിയാം. ഇത്തവണയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരുമിച്ച് എല്ലാം കൂടെ തന്നു തീർക്കാം. എന്നാൽ പ്രഭ അവളോട് പറയുന്നുണ്ട് ഈയിടെയായിട്ട് നിനക്ക് ഷോപ്പിങ്ങും കറക്കമൊക്കെ കുറച്ച് കൂടുതലാ, അതൊക്കെ കുറച്ച് കാശ് മര്യാദയ്ക്ക് സേവ് ചെയ്യാൻ നോക്ക്. ആ സമയത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. അവര് പോയി നോക്കുമ്പോൾ ഒരു പാഴ്സലാണ് അവർക്ക് വന്നിരിക്കുന്നത്. ഇത് ആരാഴ്ചയെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പ്രഭയുടെ പേരിലാണ് പാഴ്സൽ വന്നിരിക്കുന്നത്. തുറന്നു നോക്കിയപ്പോഴോ ഒരു റൈസ് കുക്കർ. നാട്ടിലെങ്ങും കിട്ടുന്ന സാധനമല്ല, ഫോറിൻ സാധനമാ. എവിടെ നിന്നാ വന്നതെന്ന് നോക്കുമ്പോൾ ജർമ്മനിയിൽ നിന്നാണ്. അപ്പോഴാണ് പ്രഭ ആലോചിക്കുന്നത് തന്റെ ഹസ്ബൻഡ് ജർമ്മനിയിലാണല്ലോ എന്ന്. വിവാഹം കഴിച്ചിട്ട് കുറെ നാളുകളായെങ്കിലും അവൾക്കിപ്പോൾ ഹസ്ബൻഡുമായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ ജർമ്മനിയിലേക്ക് പോയതാണ്. ആദ്യമൊക്കെ അവളെ വിളിക്കുമായിരുന്നു, പിന്നെ ആ വിളിയില്ലാതെയായി. ഇത്രയും കാലം ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുന്ന ആള് തനിക്ക് എന്തിനീ റൈസ് കുക്കർ അയച്ചു തരണമെന്ന് അവൾ ആലോചിക്കുകയാണ്. അന്ന് രാത്രി പ്രഭയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അനു ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ എഴുന്നേറ്റ് പോയിട്ട് ആ മനോജ് ഡോക്ടർ തന്ന കവിതകൾ വായിക്കുന്നു. കവിതകളിലൂടെ അയാൾ പ്രഭയോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അത് പ്രഭയ്ക്ക് മനസ്സിലായി. അവൾ ആ കവിതകളൊക്കെ അടച്ചു വെച്ചിട്ട് ആ റൈസ് കുക്കർ എടുത്തു നോക്കി. തന്റെ ഹസ്ബൻഡ് തന്റെ അടുത്ത് ഇല്ലാത്തതിന്റെ ദുഃഖം അവൾ ആ റൈസ് കുക്കറിനെ കെട്ടിപ്പിടിച്ച് തീർക്കുകയാണ്. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പ്രഭയോട് മറ്റൊരു സിസ്റ്റർ പറയുന്നുണ്ട് തന്റെ റൂംമേറ്റ് ആ അനുവിന്റെ പോക്ക് അത്ര ശരിയല്ല. ഇവിടെ പലരും അവളെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരു മുസ്ലിം ചെക്കനുമായിട്ട് അവൾ കറങ്ങി നടപ്പാണ്. എന്നാൽ പ്രഭ പറയുന്നുണ്ട് അവൾ അത്രക്കാരിയൊന്നുമല്ല, വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിരിക്കും. എന്നാൽ സിസ്റ്റർ പറയുന്നു ഇവിടെ എല്ലാവർക്കും അറിയാം, നിനക്ക് മാത്രം അറിയാത്തത്, നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അവിടെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കെല്ലാം തന്നെ പ്രഭയായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അന്ന് വൈകുന്നേരവും ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ അനു ആകട്ടെ തന്റെ കാമുകൻ ഷിയാസിനെ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇവർ രണ്ടുപേരും കൂടെ ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നു. എന്നിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത പല സ്ഥലങ്ങളിലും പോയി നിന്ന് കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരാൻ നേരത്ത് പ്രഭ പാർവതിയുമായി സംസാരിക്കുന്നു. റൈസ് കുക്കറിനെ പറ്റി പറയുമ്പോൾ പാർവതി പ്രഭയോട് പറയുന്നുണ്ട് നിന്റെ ഹസ്ബൻഡ് ഇപ്പൊ നിന്നെ വിളിക്കാറില്ലല്ലോ എന്ന്. ഇല്ലെന്നാണ് പ്രഭ പറയുന്നത്. നീ എന്താ അങ്ങോട്ടൊന്നും വിളിച്ചു നോക്കാത്തത്? അയാൾ ഏതോ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. ഫുൾ ടൈം ഫാക്ടറിക്കുള്ളിൽ തന്നെയായിരിക്കും. ഇടയ്ക്ക് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. കുറച്ചു ദിവസം മാത്രം ലീവ് എടുത്താണ് കല്യാണത്തിന് വേണ്ടി വന്നത്. കല്യാണം കഴിഞ്ഞതും ഉടനെ അയാൾ കയറി പോവുകയും ചെയ്തു. അവൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അയാളോട്ട് ഇങ്ങോട്ട് വിളിക്കുന്നുമില്ല. പാർവതിയുടെ സ്ഥലത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രഭ അവരെയും കൂട്ടി ഒരു വക്കീലിനെ പോയി കാണുന്നുണ്ട്. എന്നാൽ ആ സ്ഥലം അവരുടേതാണെന്ന് തെളിയിക്കണമെങ്കിൽ എന്തെങ്കിലും രേഖകൾ വേണമെന്ന് അയാൾ പറയുന്നു. അവര് പാർവതിയുടെ സാധനങ്ങളെല്ലാം തന്നെ തിരിയുന്നുണ്ട്. അതിൽ നിന്നൊന്നും തന്നെ പാർവതിയുടേതാണ് ആ സ്ഥലമെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖകളും കിട്ടുന്നില്ല. ഇവിടെ അനു ഷിയാസും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ അനുവിനെ അവളുടെ അമ്മ വിളിക്കുന്നു. അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും കുറെ ഫോട്ടോസ് അവൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു പയ്യനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഷിയാസ് ആകട്ടെ ആ ഓരോ പയ്യന്മാരുടെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് ഓരോ കുറ്റങ്ങളും കുറവുകളും പറയുകയായിരുന്നു. അവളും ആ പയ്യന്മാരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷിയാസിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ തന്നെ വെച്ചേക്കില്ല എന്ന് അവൾ പറയുന്നു. അവന്റെ വീട്ടിലും അവസ്ഥ അങ്ങനെ തന്നെയാണ്. വീണ്ടും അവർ ഒരു പാർക്കിൽ പോയിരുന്ന് കിസ് ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രിയിൽ വീട്ടിലെത്തിയ പ്രഭയാകട്ടെ ഒരു തവണ കൂടി തന്റെ ഹസ്ബൻഡിനെ വിളിച്ചു നോക്കി
നോക്കിയാണ്. എന്നാൽ മറുപുറത്ത് ഒരനക്കവും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് ഇവരുടെ പൂച്ച പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കിയ അനു ആകട്ടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പൂച്ചയ്ക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടി സ്കാൻ ചെയ്യുന്നു. മനോജ് ഡോക്ടറായിരുന്നു സ്കാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അയാൾക്ക് പൂച്ചകളെ നല്ല പേടിയാണ്. പക്ഷെ അനു പറയുന്നുണ്ട് പൂച്ചകളെ അത്രയ്ക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഇവളൊന്നും ചെയ്യില്ല എന്ന്. എന്നിട്ട് അയാളുടെ കൈ പിടിച്ച് പൂച്ചയുടെ ദേഹത്തൊക്കെ വെക്കുന്നു. അനു മനോജുമായിട്ട് ഇത്ര അടുത്തിടപഴകുന്നത് പ്രഭയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പുറത്തേക്കിറങ്ങിയപ്പോൾ അവൾ അനുവിനെ വഴക്ക് പറയുന്നു. നീ അവിടെ അകത്ത് എന്താ കാണിച്ചത്? ഡോക്ടറോട് എന്തിനാ എത്ര കൊഞ്ചി കുഴയുന്നത്? നിന്നെക്കുറിച്ച് അല്ലേ തന്നെ ഇവിടെ ആൾക്കാർ ഒരുപാട് മോശം കാര്യങ്ങളാ പറയുന്നത്. നീ ഏതോ ഒരു ചെക്കന്റെ കൂടെ കറങ്ങി നടക്കുവാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് അവളെ വഴക്ക് പറയുന്നു. ഇതെല്ലാം കേട്ട് അനു ആകെ സങ്കടത്തിലായിരുന്നു. വൈകുന്നേരം ഷിയാസ് അവളെ കാണാൻ വരുമ്പോ അവൾ അവനോടും കാര്യങ്ങൾ പറയുന്നു. നീ അതൊന്നും കാര്യമാക്കണ്ടെന്നാണ് അവൻ പറയുന്നത്. അവളുടെ മൂഡൊക്കെ അല്ല എന്ന് മനസ്സിലായപ്പോൾ അവനൊരു കാര്യം പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ നാളെ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വാ. അങ്കിളും ആന്റിയും എല്ലാം തന്നെ ഒരു കല്യാണത്തിന് വേണ്ടി പുറത്തേക്ക് പോകും. വീട്ടിൽ ഞാൻ മാത്രമേ കാണൂ. നിന്റെ കയ്യിൽ പർദ്ദയുണ്ടെങ്കിൽ അതിട്ടിട്ട് വന്നാ മതി. താൻ വരാമെന്ന് അനുവും സമ്മതിക്കുന്നു. വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞ് അവൾ ഡ്രസ്സ് മാറുന്നതിനിടയിൽ പ്രഭ വന്ന് അവളോട് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നറിയാം, വാ നമുക്ക് ആഹാരം കഴിക്കാം, എനിക്ക് വിശക്കുന്നില്ല എന്ന് അനു പറയുന്നു. പ്രഭ കുറേ സോറി അവളോട് പറയുന്നു. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തിനാ നിന്നോട് അത്രയ്ക്ക് ചൂടായതെന്ന്. അന്ന് രാത്രി അവളുടെ ഹസ്ബൻഡിനെ പറ്റി എല്ലാം തന്നെ അനു പ്രഭയോട് ചോദിക്കുന്നു. പ്രഭയുടെ ഇത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഒരു ദിവസം വീട്ടുകാർ നിന്റെ കല്യാണം ഉറപ്പിച്ചു, ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് എന്നെ പെട്ടെന്ന് വിളിപ്പിച്ചതാണ്. ഞാൻ എത്തിയപ്പോഴേക്കും അവർ പയ്യനെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും അധികമൊന്നും സംസാരിച്ചിട്ടില്ല. എപ്പോഴും ബന്ധുക്കാരൊക്കെ കൂടെ ഉണ്ടാകും. കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്താണ് അയാൾ ഇവിടേക്ക് വന്നത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചും പോയി. ആദ്യമെല്ലാം എപ്പോഴും വിളിക്കുമായിരുന്നു. പിന്നെ വിളിക്കാതെയായി. ചിലപ്പോൾ അയാൾക്ക് എന്നോട് ഇപ്പോൾ സംസാരിക്കാൻ ഒന്നും കാണില്ലായിരിക്കും, അതായിരിക്കും വിളിക്കാത്തത്. അനു പറയുന്നു, ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അപരിചിതനെ പെട്ടെന്ന് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പിറ്റേന്ന് ഹോസ്പിറ്റലിലെത്തിയ പ്രഭയോട് പാർവതി പറയുന്നുണ്ട്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന്, നാട്ടിലേക്ക് തിരിച്ചു പോവുകയാ. അവിടെ ഒരു ഹോസ്റ്റലിലെ ക്യാന്റീനിൽ എനിക്ക് ജോലി ശരിയായിട്ടുണ്ട്. കേസിന് വേണ്ടി കുറച്ചുകൂടി ശ്രമിച്ചിട്ട് പോയാ പോരെ എന്ന് പ്രഭ ചോദിച്ചെങ്കിലും ഇനി അതിനൊന്നും വയ്യാന്ന് പറയുകയാണ് പാർവതി. ഇവിടെ പ്ലാൻ ചെയ്ത പ്രകാരം ഷിയാസിനെ കാണാൻ വേണ്ടി പോകാൻ അനു നേരത്തെ ഇറങ്ങി. ഒരു കടയിൽ കയറി പർദ്ദയും വാങ്ങി അതും ധരിച്ചുകൊണ്ടാണ് അവൾ മെട്രോയിൽ കയറുന്നത്. എന്നാൽ പോകുന്ന വഴിക്ക് ഷിയാസ് ആകട്ടെ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മഴ കാരണം പലയിടത്തും വെള്ളം കയറിയിരിക്കുകയാണ്, അതുകൊണ്ട് കല്യാണം മുടങ്ങി, നീ ഇങ്ങോട്ട് വരണ്ട, വീട്ടുകാരും കല്യാണത്തിന് പോയിട്ടില്ല, അവരെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇത് കേട്ടതും അനുവിന് ദേഷ്യം വരുന്നു. അവൾ പർദ്ദയെല്ലാം ഊരിയിട്ട് ദേഷ്യത്തിൽ റൂമിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് പാർവതിയും പ്രഭയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. കുറച്ച് നാളായിട്ട് ഈ ഹോട്ടലിൽ കയറണമെന്ന് പാർവതിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണത് സാധ്യമായത്. മാത്രമല്ല രാത്രിയില് അവരാരും കാണാതെ പാർവതിയുടെ ആ സ്ഥലത്തെത്തുന്നു. അവിടെ വേറെ ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുകയല്ലേ. അവരുടെ ബോർഡിലേക്ക് ഇവർ രണ്ടുപേരും ചേർന്ന് ആരും കാണാതെ കല്ലെറിയുകയാണ്. ആ ദേഷ്യമൊക്കെ അവിടെ തീർത്തിട്ട് അവരവിടെ നിന്ന് ഓടിപ്പോയി. പോകുന്ന വഴിയില് പ്രഭ മനോജ് ഡോക്ടറെ കാണുന്നു. മനോജ് പ്രഭയോട് പറയുന്നുണ്ട്, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഒരിടത്ത് പോയിരുന്ന് സംസാരിക്കുകയാണ്. ഞാനിനി ഇവിടെ അധികകാലം ഇല്ല, കോൺട്രാക്ട് തീരാറായി, ഇനി പുതുക്കുന്നുമില്ല. ഈ ഹിന്ദി എനിക്ക് പറ്റിയതല്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഹിന്ദി പഠിക്കാൻ പറ്റുന്നില്ല. എന്തിനാ അങ്ങനെ ചിന്തിച്ച് ഇവിടെ നിന്നും പോകുന്നതെന്നും കുറച്ചുനാൾ കൂടി നിന്നൂടെ എന്നും പ്രഭ ചോദിക്കുന്നു. ഞാൻ അങ്ങനെ നിൽക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് പ്രഭയോട് അയാൾ തിരിച്ചു ചോദിക്കുകയാണ്. അയാളുടെ ഇഷ്ടത്തിന് പ്രഭ ഒരു മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു അയാൾ ഉദ്ദേശിച്ചത് തന്നെ. എന്നാൽ പ്രഭ പറയുന്നുണ്ട്, എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്ന്, ഞാൻ വിവാഹിതയാണ്, അതൊക്കെ തനിക്ക് അറിയാമെന്ന് മനോജ് പറയുന്നു. ഇത് കേട്ട് അവൾ അയാളെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്ന് ട്രെയിന് സമയമായി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവിടെ നിന്ന് താമസം മാറി തന്റെ നാട്ടിലേക്ക് പോകുന്ന പാർവതിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഭയും അനുവും അവരുടെ കൂടെ സാധനങ്ങളുമായി പോകുന്നതാണ്. കുറെ ദൂരം ബസ്സിൽ യാത്ര ചെയ്ത് അവരുടെ നാട്ടിലെത്തി. ഒരു കടൽ തീരത്തായിരുന്നു അവരുടെ വീട്. വീടെല്ലാം തന്നെ വൃത്തിയാക്കിയ ശേഷം സാധനങ്ങൾ ഓരോന്നായിട്ട് അൺപാക്ക് ചെയ്യുകയാണ്. അതിൽ നിന്നൊരു മദ്യക്കുപ്പി അനു കണ്ടെടുക്കുന്നു. അവൾക്കത് കുടിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. പാർവതിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോ അവരത് കുടിച്ചിട്ട് ബാക്കി അനുവിനും കൊടുക്കുകയാണ്. പ്രഭയെ നിർബന്ധിച്ച് അവർ കുടിപ്പിക്കുന്നു. എന്നിട്ട് അവർ 3 പേരും ചേർന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നു. കടൽ തീരത്തൊരു കടയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയില് പ്രഭയുടെ അനു പറയുന്നുണ്ട്, എനിക്ക് കല്യാണം കഴിക്കാൻ ഇപ്പോൾ തീരെ താല്പര്യമില്ല. വീട്ടുകാരാകട്ടെ ഞാൻ പറഞ്ഞിട്ടൊന്നും മനസ്സിലാക്കുന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ. കുറച്ചു കഴിയുമ്പോൾ പാർവതിയും പ്രഭയും കടൽ തീരത്ത് കൂടി നടക്കാൻ പോകുന്നു. എന്നാൽ അനു ആകട്ടെ അവരോട് പറയുന്നു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണെന്ന്. അങ്ങനെ അവളെ അവിടെ ഇരുത്തിയ ശേഷം അവർ കുറച്ചു നേരം നടക്കാൻ പോയി. കുറച്ചു കഴിയുമ്പോൾ പ്രഭയാകട്ടെ യൂറിൻ പാസ് ചെയ്യാൻ ഒരു കാടിനുള്ളിലേക്ക് കയറുന്നു. അവിടെ വെച്ച് രണ്ടുപേരുടെ സംസാരം കേട്ട് അവൾ പോയി നോക്കുമ്പോൾ കാണുന്നത് അനു തന്റെ കാമുകൻ ഷിയാസിന്റെ കൂടെ അവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നിൽക്കുന്നതാണ്. അവളുടെ പിറകെ അവൻ ഇവിടെ വരെ വന്നിരിക്കുന്നു. അവൾ ഇതിനു വേണ്ടിയാണ് നടക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞതെന്ന് പ്രഭയ്ക്ക് മനസ്സിലായി. പ്രഭയ്ക്ക് ഇതെല്ലാം കണ്ടപ്പോൾ ദേഷ്യം തോന്നിയിരുന്നു. അവൾ വീട്ടിലെത്തിയ ശേഷം പാർവതിയോട് പറയുന്നുണ്ട്, ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്ന്. കാരണം അനു അച്ചക്കനും നാളെ വീണ്ടും കാണാനുള്ള പ്ലാൻ ഇടുന്നത് അവൾ നേരത്തെ കേട്ടിരുന്നു. എന്നാൽ അനു ആകെ സങ്കടത്തിലായി. പാർവതി
പാർവതി അവളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാളെയല്ലേ ടിക്കറ്റ്, നാളെ പോയാ പോരെ, എന്തിനാ ഇന്ന് ധൃതി പിടിച്ചു പോകുന്നത്. അവസാനം പാർവതിയുടെ നിർബന്ധം കാരണം വേറെ വഴിയില്ലാതെ പ്രഭ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും കിടക്കുകയായിരുന്നു. പ്രഭ ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ട് അനു ആകട്ടെ അവൾ കാണാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ആ ഏരിയയിലുള്ള ചെറിയൊരു ഗുഹയിലേക്കാണ് അവർ രണ്ടുപേരും പോകുന്നത്. അവൾ അവനോട് പറയുന്നുണ്ട്, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നിനക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ എന്ന്. എനിക്ക് ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ആലോചിക്കാതിരുന്നതാ, പക്ഷെ ഇപ്പൊ ഞാൻ വല്ലാതെ ആലോചിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് നിന്റെ വീട്ടിൽ സംസാരിക്കാമെന്നാണ് ഷിയാസ് പറയുന്നത്. അങ്ങനെ കുറച്ചുനേരം അവർ രണ്ടുപേരും സംസാരിച്ചിരുന്ന ശേഷം ഒരു സെക്സിലേക്ക് കടക്കുകയാണ്. അതേസമയം അവിടെ കടൽ തീരത്തുണ്ടായിരുന്ന കടയിലിരുന്ന പ്രഭയാകട്ടെ കാണുന്നുണ്ട് ആൾക്കാരെല്ലാം കടൽ തീരത്തേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുന്നത്. അവിടെ ഒരാൾ വന്ന് കരയ്ക്കടിഞ്ഞിട്ടുണ്ടായിരുന്നു. അബോധാവസ്ഥയിലാണ്. അവൾ അവിടേക്ക് ഓടി ചെല്ലുന്നു. എല്ലാവരെയും തള്ളി മാറ്റിയ ശേഷം അയാൾക്ക് CPR ഒക്കെ കൊടുത്തിട്ട് പ്രാഥമിക ശുശ്രൂഷയും നൽകി. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ആ സ്ത്രീ അവളോട് ചോദിക്കുന്നുണ്ട് ഇയാൾ എന്താ ചെയ്യുന്നതെന്ന്. അവൾക്ക് മനസ്സിലായി അവർ ഇയാളെ തന്റെ ഭർത്താവായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന്. അവള് പറയുന്നുണ്ട്, ഇതെന്റെ ഭർത്താവല്ല. നിന്റെ ഭർത്താവ് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ജർമ്മനിയിലാണെന്നാണ് അവള് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും മാത്രമല്ലേ കാണാറുള്ളൂ, അത് വളരെ കഷ്ടം തന്നെ. അവരവിടെ നിന്നും പോയതും അയാളാകട്ടെ അവളോട് ചോദിക്കുന്നുണ്ട് അവരെന്താ പറഞ്ഞെന്ന്. അവര് നിങ്ങളെ എന്റെ ഹസ്ബൻഡായിട്ട് തെറ്റിദ്ധരിച്ചതാ, ശരിക്കും ആണോന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അല്ലാന്ന് പറയുന്നു. ഞാൻ എങ്ങനെയാ ഇവിടെ വന്നേന്ന് അയാൾ ചോദിക്കുന്നു. അയാൾക്കൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. നിങ്ങളെ കടൽ തീരത്ത് നിന്ന് കിട്ടിയതാ. ഞാൻ എങ്ങനെയാ കടൽ തീരത്ത് വന്നേന്ന് അയാൾ ചോദിക്കുന്നു. നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ? അപ്പോൾ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. അവള് വിഷമത്തോടെ ദൂരേക്ക് മാറി നിന്ന ശേഷം അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. മുമ്പൊന്നും നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു. ഇവളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ശരിക്കും അയാൾ അവളുടെ ഭർത്താവ് തന്നെയായിരുന്നു. അയാൾ അവളോട് പറയുന്നുണ്ട്, പ്രഭേ നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ ഫാക്ടറിക്കുള്ളിലെ ജോലിയിൽ തന്നെയായിരുന്നു. ചിലപ്പോൾ ദിവസങ്ങളോളം ആ ഫാക്ടറിക്കുള്ളിൽ പെട്ടുപോകും. വല്ലപ്പോഴുമായിരിക്കും പുറത്തേക്കൊന്നിറങ്ങുക. അപ്പോൾ ആ വെളിച്ചം എനിക്ക് സഹിക്കാൻ പറ്റാത്തതായി മാറും. പക്ഷെ ആ ഇരുട്ടിൽ കഴിയുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് നിന്റെ കൂടെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തെപ്പറ്റി. ഇതൊന്നും നിങ്ങളെന്താ എന്നോട് നേരത്തെ പറയാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവളുടെ കൈ പിടിച്ച് കുറെ ഉമ്മ വെച്ച ശേഷം അവളോട് പറയുന്നുണ്ട്, പ്രഭേ നീ എന്റെ കൂടെ വരുമോ എന്ന്. പഴയതെല്ലാം നമുക്ക് മറക്കാം, എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാം. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവള് പറയുന്നുണ്ട് നിർത്താൻ, എനിക്കിനി ഒരിക്കലും നിങ്ങളെ കാണണ്ട. പിന്നീട് കാണിക്കുന്നത് പ്രഭ കടൽ തീരത്ത് നിൽക്കുന്നതാണ്. അനു അവിടേക്ക് വരുന്നു. അവൾ അനുവിനോട് പറയുന്നുണ്ട്, നീ ഷിയാസിനെ ഇങ്ങോട്ട് വിളിച്ചോളാൻ. അനു ഒന്ന് ഞെട്ടി. എനിക്കറിയാം നിന്റെ കൂടെ അവനും ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഇനി വെറുതെ അവിടെ ഇവിടെ നിന്ന് കാണാൻ നിൽക്കണ്ട, നീ അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോ. അനുവിന്റെ ആ ബന്ധത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്ന പ്രഭ അതെല്ലാം മാറ്റിവെക്കുന്നു. അവളെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അനു ഷിയാസിനെയും കൂട്ടി അവിടേക്ക് വരുന്നു. അവർ നാലുപേരും ഒരുമിച്ചിരുന്ന് കുറെ നേരം സംസാരിക്കുന്നു. ഭർത്താവ് ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന പ്രഭയുടെ ജീവിതവും, ഭർത്താവ് നഷ്ടപ്പെട്ട ശേഷം കിടപ്പാടം പോലും ഇല്ലാതായി ജീവിക്കുന്ന പാർവതിയുടെ ജീവിതവും, സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ അയാളുടെ കൂടെ ജീവിക്കാനോ പറ്റാത്ത അനുവിന്റെ ജീവിതവുമാണ് ഈ ഒരു മൂവിയിലൂടെ കാണിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.